കൊൽക്കത്തയ്ക്കടുത്ത് പാനിഹട്ടിൽ ബോംബ് സ്ഫോടനം 5 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം നടന്നത്. ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീനാഥ്, ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുണ്ടായ സംഘർഷങ്ങളുടെ ഭാഗമായി കാണണോ ഈ ആക്രമണ സംഭവത്തെയും? ഇന്നലെ രാത്രിയാണ് നമുക്കറിയാം സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ കൊലപാതകം നടന്നത്. ഏതാണ്ട് 10:30യോടെയാണ് ആ കൊലപാതകം നടക്കുന്നത്. പിന്നീട് ഏതാണ്ട് 2 മണിക്കൂർ സമയം കഴിയുമ്പോഴാണ് കൊൽക്കത്തയ്ക്കടുത്തുള്ള പാനിഹട്ടിയിൽ വെച്ച് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായതായുള്ള വിവരം വരുന്നത്. 5 BJP പ്രവർത്തകർക്ക് ആ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അത് ബോംബ് ആക്രമണമാണോ, ഇനി ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ചാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. ബോംബ് പൊട്ടിത്തെറിച്ചു, 5 പേർക്ക് പരിക്കേറ്റു, അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ് വിവരം. പാനിഹട്ടി എന്നത് ആർജികർ കോളേജിൽ കൊല്ലപ്പെട്ട അഭയയുടെ അമ്മ മാതാവ് മത്സരിച്ച മണ്ഡലമാണ്. അവരുടെ വസതിക്ക് അധികം അകലെയല്ല ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വിവരം കൂടിയുണ്ട്. ഏതായാലും അതേക്കുറിച്ച് കൂടി ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതെങ്ങനെ സ്ഫോടനം ഉണ്ടായി എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോഴൊരു വ്യക്തതയില്ല. ഏതായാലും ഈ കൊലപാതകത്തിന് പിന്നാലെ ഏതാണ്ട് 2 മണിക്കൂർ സമയത്തിനകമാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.